ഹേ ഗായ്സ്, ക്രിപ്റ്റോണിസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ കോയിൻ നമ്മൾ ബിനാൻസിലേക്കും ബൈബിറ്റിലേക്കും മറ്റ് എക്സ്ചേഞ്ചിലേക്കുമായി വിഡ്രോ ചെയ്തു. ഈ വിഡ്രോ ചെയ്തെടുത്ത കോയിൻ എങ്ങനെ പൈസയാക്കി മാറ്റാൻ പറ്റും, ഇന്ത്യൻ റുപ്പീസാക്കി മാറ്റാൻ പറ്റും എന്നതിന് വേണ്ടി നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന പല വഴികളുണ്ട്. ഒന്നുകിൽ നമുക്ക് P2P മെത്തേഡ് ഉപയോഗിച്ച് മാർക്കറ്റിൽ നിന്നും ബിനാൻസിൻ്റെ എക്സ്ചേഞ്ചിൽ നിന്നും കോയിൻ സെല്ല് ചെയ്ത് ഇന്ത്യൻ മണിയാക്കി നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്ന രൂപത്തിൽ ചെയ്യാൻ കഴിയും. ഇങ്ങനെ ചെയ്യുന്നതിന് പല റിസ്കുകളുമുണ്ട്. നമ്മുടെ ഫണ്ട് നഷ്ടപ്പെടാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ ഇങ്ങനെയുള്ള റിസ്കുകളെല്ലാം ഒഴിവാക്കി നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും സുഗമമായി നമുക്ക് ഫണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ് ഇന്ത്യൻ എക്സ്ചേഞ്ച് ആയിട്ടുള്ള CoinDCXൻ്റെ വിഡ്രോവൽ മെത്തേഡ്. ഇതിനു വേണ്ടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രൊജക്റ്റിൽ നിന്നും നമുക്ക് കിട്ടുന്ന എമൗണ്ട് ഇന്ത്യൻ മണിയായി നമ്മുടെ അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യുന്നതിന് വേണ്ടി CoinDCXൻ്റെ അക്കൗണ്ട് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കുന്ന വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇതിനു വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് ഉപയോഗിച്ച് പ്ലേ സ്റ്റോറിൽ നിന്നും CoinDCXൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇനി നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡയറക്റ്റായിട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ അത് CoinDCXൻ്റെ ഒറിജിനൽ അക്കൗണ്ട് തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുക. ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ്റെ മെയിൻ ഇൻ്റർഫേസാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് ഫോർ ഫ്രീ എന്ന ഓപ്ഷൻ കൊടുത്ത് നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് സെലക്ട് ചെയ്യുക. ഏതാണോ ഇമെയിൽ അഡ്രസ്സ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു OTP വെരിഫിക്കേഷൻ ലഭിക്കും. ഈ OTP വെരിഫിക്കേഷന് ശേഷം നമ്മൾ 6 അക്കമുള്ള പിൻകോഡ് നമ്മൾ സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ KYC പ്രൊസീജിയറിലേക്ക് കടക്കുകയാണ്. നമ്മുടെ പാൻ കാർഡ്, ആധാർ കാർഡ് തുടങ്ങിയ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് അത് ഡിജിറ്റൽ ലോക്കറിൽ നിന്നും വെരിഫൈ ചെയ്ത് നമ്മുടെ KYC പ്രൊസീജിയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. പ്രൈവസി ഇഷ്യൂ വരുന്നത് കാരണം ഈ ഭാഗം നമ്മൾ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നതല്ല. ഇവിടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തത് പാൻ കാർഡ് നമ്പറും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും, കൂടാതെ അടുത്തൊരു സ്റ്റേജിൽ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ആധാർ കാർഡിൻ്റെ നമ്പറുമാണ്. ഈ 2 നമ്പറും നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് അവർ ഡിജി ലോക്കറിൽ നിന്ന് എടുക്കുന്നു. കൂടാതെ KYCയുടെ എല്ലാ പ്രൊസീജിയറുകളും അതിനുശേഷം അവർ കംപ്ലീറ്റ് ചെയ്യുന്നു. വളരെ മിനിമലായിട്ടുള്ള ടാസ്കുകളെ ഇതിൽ വരുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ നമ്മുടെ KYC പ്രോസസ്സിംഗ് എല്ലാം അവർ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ആധാർ കാർഡിൻ്റെ നമ്പർ നമ്മൾ ഡിജിറ്റൽ ലോക്കറിൽ നിന്നും അലോ ചെയ്തതിന് ശേഷം നമ്മൾ ഈ എഗ്രിമെൻറ്റുകളെല്ലാം സമ്മതമാണെന്ന് എഗ്രി ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം വരുന്ന ക്യാമറയിൽ നമ്മുടെ ഒരു റിയൽ ടൈം സെൽഫി നമ്മൾ സെറ്റ് ചെയ്യുന്നു. ഇങ്ങനെ എടുത്ത സെൽഫി വാലിഡേറ്റ് ചെയ്തതിനു ശേഷം അടുത്ത സ്റ്റേജായി നമ്മൾ നമ്മുടെ ജോബ് ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഈ പ്രൊസീജിയറിന് ശേഷം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വെരിഫൈ ചെയ്യുക എന്ന പ്രൊസീജിയറാണ് നടക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ, IFSC കോഡ് എന്നിവ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെ നമ്മുടെ നമ്പറും IFSC കോഡും പ്രസ് ചെയ്യുമ്പോൾ നമുക്കൊരു വീണ്ടും ഒരു OTP വരുന്നു. ഈ OTP കൂടെ എൻ്റർ ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഭാഗത്തു നിന്നും KYCക്ക് വേണ്ടുന്ന എല്ലാ പ്രൊസീജിയറുകളും കംപ്ലീറ്റ് ആകുന്നു. ഇതിനു ശേഷം നമുക്ക് അപ്രൂവൽ ആകുന്നത് അനുസരിച്ച് CoinDCXൻ്റെ ഒഫീഷ്യൽ മെയിലിൽ നിന്നും നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത ആദ്യം സെലക്ട് ചെയ്ത മെയിലിലേക്ക് KYC പ്രൊസീജിയർ കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞ ഒരു മെയിൽ വരുന്നതാണ്. ഇതിനു ശേഷം നമുക്ക് ഫണ്ട് ആഡ് ചെയ്യുകയോ ഫണ്ട് വിഡ്രോ ചെയ്യുകയോ ചെയ്യാം. ഫണ്ട് വിഡ്രോ ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ വിഡ്രോവൽ പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോയിൽ നമുക്ക് നോക്കാം ബിനാൻസിൽ നിന്നും എങ്ങനെയാണ് USDT CoinDCXലേക്ക് അയക്കുക എന്നും അയച്ച USDT എങ്ങനെയാണ് ഇന്ത്യൻ മണിയാക്കി കഴിഞ്ഞതിന് ശേഷം അത് ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യുക എന്നും. ഇതിനു വേണ്ടി നമുക്ക് UPI തന്നെ യൂസ് ചെയ്ത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ ബാങ്കിലേക്ക് എമൗണ്ടാക്കി കൺവേർട്ട് ചെയ്തെടുക്കാൻ കഴിയും. ടാക്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് വേറൊരു വീഡിയോയിൽ നോക്കാം. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.